അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് വയനാട് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടോ. എന്റെ മോനെ ഒരു മോസ്ക് ഉണ്ടോ, ആ ഒരു പള്ളി, ആ പള്ളിന്റെ വീഡിയോ ആണ് നമ്മൾ പല റീൽസിലും കാണുന്നത്. ഞാൻ സൂം ചെയ്തിട്ട് കിട്ടും നോക്കട്ടെ. 180 വ്യൂ ആണ്. എന്റെ മോനെ അങ്ങോട്ട് നോക്കിക്ക, ഇത് എന്താ സൂര്യകാന്തി, എന്താ സംഗതി ഇത് നോക്കിക്ക. എന്റെ മോനെ ഇത് വല്ല നമ്മളെ ഇത് ജമന്തി അല്ലേ, ഇത് ജമന്തി വെറൈറ്റി ടൈപ്പ് കേട്ടോ, പല നിറത്തില്. പിന്നെ നമ്മള് വയനാട് വൈത്തിരി കഴിഞ്ഞ ഉടനെ തന്നെ അടിപൊളി ഒരു ചെടീന്റെ പ്ലാന്റേഷൻ ഉണ്ട്. ഒന്ന് നോക്കിക്ക. പുതിയ ഒരു വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മള് വയനാട് വൈത്തിരി കഴിഞ്ഞ ഉടനെ തന്നെ അടിപൊളി ഒരു ചെടീന്റെ പ്ലാന്റേഷൻ ഉണ്ട്. ഒന്ന് നോക്കിക്കേ, അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് ചെടികൾ, വെറൈറ്റി റേറ്റുകൾ, 1000-2000 രൂപ റേറ്റുള്ള തുടങ്ങി 100 രൂപയിൽ തുടങ്ങുന്ന 2000 രൂപയിൽ അവസാനിക്കുന്ന ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മുളപ്പിക്കാനായിട്ട് വെച്ചതും എല്ലതും ഉണ്ട്. നനയും കാര്യങ്ങളും. ഇവർക്ക് ചൂടില്ല കേട്ടോ. ഇവരെ ഈ മേലെ റൂഫ് ഉണ്ടോ, റൂഫ് ഒരു ചെയ്തിട്ട് അത്രയായിട്ടും ചെടികൾ ഒരു രക്ഷയില്ല. ഈ ഒരു ചെടി നോക്കി, ഈ ചെടിയുടെ പേരെന്താവോ, റേറ്റ് 750 രൂപ. നനയ്ക്കാണോ അതോ വളം ചെയ്യാനോ അറിയില്ല. നമുക്ക് ഇങ്ങനെ അങ്ങനെ പോയി നോക്കാം. എന്താടാ ഇത്, അടിപൊളി. അത് വെള്ളാട്ടെ. ഞാൻ ചോദിച്ചു, വെള്ളമാണ്. നമ്മൾ ശരിക്കും ഫസ്റ്റ് ശരിക്കും പെസ്റ്റിസൈഡാണ്, അണുനാശിനി ഇല്ലേ, അതാണെന്ന് വിചാരിക്കും. അതല്ല, വെള്ളമാണ്. നനയ്ക്കുന്ന രീതിയാണ് ശരിക്കും, അങ്ങനെ നനയ്ക്കണം. നമ്മൾ ചെടി വളർത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രീതിയിൽ വേണം നനയ്ക്കാൻ, എങ്കിലേ നന്നായി ഉണ്ടാവുള്ളൂ. വീട്ടിലേക്ക് കുറച്ച് വേണം, സെറ്റപ്പ് ആക്കണം. ഇതൊക്കെ വെറൈറ്റി സാധനം, ചെറിയ സെറ്റപ്പ് ഉണ്ടോ, നല്ല രസല്ലേ. അതവിടെ അത് എന്താ ചെടികൾ ഒരു രക്ഷയിട്ടോ. നോക്കിക്കേ, ഇതൊക്കെ കൂട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. അടിപൊളിയാണ്. ഇത് വേറെ റെഡ്, ഒരു രക്ഷയിട്ടോ, അടിപൊളി. ഒരു ചെറിയ പ്ലാന്റേഷൻ അല്ല, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരുപാട് ജോലിക്കാരുണ്ട്. ജമന്തി അല്ലേ, ഇത് ജമന്തി വെറൈറ്റി ടൈപ്പ് കേട്ടോ, പല നിറത്തില്. നോക്കിക്ക, ഇത് നോക്കിക്ക, അടിപൊളി മക്കളെ. മഞ്ഞ, റോസ്, റെഡ്. സംഭവം കള്ളിമുണ്ട്. വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ചെടി നോക്കിക്കേ, അടിപൊളിട്ടോ. കള്ളിമുൾ ചെടിയുടെ ഒരു വെറൈറ്റി ഭാഗമാണിത്. എടാ ഇത് നോക്കിക്ക, എന്റെ മോനെ, ഇതുമല്ല നമ്മളെ ഇതുണ്ടല്ലോ ഒക്ടോബസ്, നീരാളിനൊക്കെ പോലെ. ഇത് അടിപൊളി, ഒരു രക്ഷയും കേട്ടോ. എത്ര വെറൈറ്റി കള്ളിമുള്ളി ചെടികളാ. പിന്നെ ഇപ്പുറത്ത് വേറെ പൂക്കള്. എന്റെ മോനെ അങ്ങോട്ട് നോക്കിക്കേ, ഇത് എന്താ സൂര്യകാന്തി, എന്താ സംഗതി ഇത്, എന്ത് മോഡലാവട്ടോ. പേരൊന്നും ചോദിച്ചറിയാനുള്ള സമയമില്ല ഗൈസ്. അപ്പൊ നമുക്ക് വല്ല നീങ്ങാം. ചെടികൾ ഞാൻ
രക്ഷയില്ല കേട്ടോ. അടിപൊളി മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി ഐറ്റംസ്. ഇതിന്റെ പേരെന്താ? 100 രൂപ ഉള്ളൂ. 100 രൂപ ഉള്ളൂ കേട്ടോ ഇതിന്. പക്ഷെ എന്തായാലും നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും? ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, അതാണ് പ്രശ്നം. നമ്മൾ കാറിലാണ്, നമ്മൾ കാറായിട്ടൊക്കെ വരുന്ന സമയത്ത്, നമ്മൾ വണ്ടിയായിട്ട് വരുന്ന സമയത്തൊക്കെ ഇവിടുന്ന് വാങ്ങണം, എന്തായാലും വാങ്ങണം. ഈ ഒരു സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ സൂര്യകാന്തി. അപ്പൊ കണ്ട് തീർക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് പിന്നീട് ഒരിക്കലും വരാം. ചുരത്തിന്റെ അവിടെ എത്തി ഗൈസ്. ഇതെന്താ കൂട്ടിനെറ്റ് പോകാലോ? കുറഞ്ഞമാരുണ്ട് കേട്ടോ. നമ്മളെ മേത്ത് കയറി അറ്റകയും. അതേട്ടാ ഫോൺ ശ്രദ്ധിച്ചോണ്ടിട്ടാ. ആ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് വയനാട് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടോ? എന്റെ മോനെ ഒരു നമ്മൾ കയറി വരുന്ന അടിവാരോടെയാണ്. അവിടുന്ന് അങ്ങനെ കറങ്ങി ഒരുപാട് ആളുകൾ സുപരിചിതമാണ്. എങ്കിലും നമ്മളൊന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ കയറി അങ്ങനെ ടോപ്പ് മേലിലൂടെ മുകളിലൂടെ. ദിസ് ഈസ് എ വയനാട് ചുരം വ്യൂ. ആ ഒരു പള്ളി, ഒരു മോസ്ക് ഉണ്ടോ, ആ ഒരു പള്ളി, ആ പള്ളിന്റെ വീഡിയോ ആണ് നമ്മൾ പല റീൽസിലും കാണുന്നത്. ഞാൻ സൂം ചെയ്തിട്ട് കിട്ടും, നോക്കട്ടെ. അതാണ് ആ പള്ളി വ്യൂ. എങ്ങനെയുണ്ട്? കിട്ടില്ലല്ലേ? ആ പോവാ.